ഹായ് ഡിയേഴ്സ്, മത്തിയുടെ പരിഞ്ഞിൽ എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് കണ്ടാലോ? അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 2 അല്ലി വെളുത്തുള്ളിയും കൂടി നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിഞ്ഞിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ പരിഞ്ഞിൽ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പരിഞ്ഞിലൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു അരമുറി തേങ്ങ ഫുൾ എടുത്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ അതോട് ചേർത്തൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് വേറൊരു സാധനം ചേർക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടിയാണ്. അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് വേവിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പരിഞ്ഞിൽ തോരൻ നമ്മുടേത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്, സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്